നമസ്കാരം. റാഫ് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീന പൊളിച്ചടുക്കി ഇംഗ്ലണ്ടിനെ തീർത്ത് കളഞ്ഞതിൻ്റെ ഒരു ആവേശത്തിലാണ് അർജൻറ്റീൻ ഫുട്ബോൾ പ്രേമികളൊക്കെ ഉള്ളത്. ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികൾക്ക് എന്താണിപ്പോൾ ഞങ്ങളുടെ കോച്ചൊക്കെ ചെയ്തത് എന്നുള്ള ഒരു വല്ലാത്ത അത്ഭുതവും തോന്നുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മളോടൊപ്പം കളി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കളി നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. മെസ്സിയും സംഘവും പണി കൊടുത്തു, അതായത് മെസ്സിയെ ഉറക്കിക്കിടത്താൻ വന്നവരെ മെസ്സിയും ടീമും വെള്ളം ഉറപ്പിച്ചു എന്നാണ് ഇപ്പോൾ പ്രയോഗം. എന്തു പറയുന്നു? ഇന്നലെ കളിയിൽ എന്താ പറയുക, ഇവർ നമ്മളെ ആന്റണി ഗോർഡൻ ഗോൾ അടിച്ചതിന് ശേഷം 85 മിനിറ്റിൽ ഗോൾ അടിക്കുന്നത്, ആ ഗോൾ അടിച്ചിൽ ലൊത്താരോ മാർട്ടിനസ് അർജൻറ്റീനയ്ക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് വരെ ആ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് അർജൻറ്റീനയുടെ ഒരു പൊസിഷൻ 88% ആണ്. 88%. ആ ഒരു കണക്ക് തന്നെ പറയും അർജന്റീന എത്രമാത്രം ആ ഒരു ഡോമിനേറ്റ് ചെയ്തു എന്നുള്ളത്. വളരെ എന്താ പറയുക, ത്രസിപ്പിക്കുന്ന, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അപ്പോൾ അർജന്റീനയുടെ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറയാം. ഈ ഒരു സമയത്തെ ഒരു ലാഗില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ. മുമ്പൊക്കെ എന്ന് പറയുന്ന കഴിഞ്ഞ കളിയിൽ ഈജിപ്തിൻ്റെ ഇടയിലേക്ക് തിരിച്ചു വന്നത് വളരെ കുറഞ്ഞ സമയത്ത് തിരിച്ചു വന്നതാണ്. അതിലൊക്കെ ലക്ക് കൂടി നമ്മളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് 55 മിനിറ്റിൽ അവർ ഗോൾ അടിക്കുന്നു. അതിന് ശേഷമുള്ള ഈ ഒരു ടൈം, ആ ടൈമിനിടക്ക് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, കൺസ്ട്രക്റ്റീവായിട്ട് കളിച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു കാര്യം പറയാതെ വയ്യ, മെസ്സി എന്ന് പറഞ്ഞ ഫാക്ടർ. മെസ്സി എന്ന് പറയുന്ന ആ ഒരു ജീനിയസ് ഒരുമ്പെട്ട് ഇറങ്ങിയതിൽ മാത്രം ഒരു ടീമായിട്ട്, ഒരു യൂണിറ്റായിട്ട് ഇറങ്ങി അങ്ങോട്ട് കളിക്കുകയായിരുന്നു. ആക്ച്വലി എന്താ പറയുക, നമ്മൾ ആന കരിമ്പന്തോട്ടത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും, അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് എന്നുള്ളതാണ് അർജൻറ്റീന ഫാൻസിന് ഏറ്റവും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളതാണ്. യെസ്, അതിൽ മെസ്സിയുടെ കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ ഒരു 55 മിനിറ്റ് വരെ മെസ്സി, അതായത് ആന്റണി ഗോർഡൻ ഗോൾ അടിക്കുന്നവരെ മെസ്സി വല്ലാതെ ചിത്രത്തിലില്ല. ഒരുപക്ഷെ ടൂഷലിൻ്റെ പ്ലാൻ അദ്ദേഹത്തെ തടയുക എന്നുള്ളത് കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു തോന്നുന്നു. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? അത് പ്രീ മാച്ച് എന്താ പറയുക, പ്രസ് കോൺഫറൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സിയെ, അല്ലെങ്കിൽ പല ചലഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു. മെസ്സിയെ ഞങ്ങൾ ഉറക്കിക്കിടുന്നു, അല്ലെങ്കിൽ മെസ്സിയെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്നുള്ളത്. മെസ്സി ഈസ് മെസ്സി, അത് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇന്നലത്തെ കളിയിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എന്ന് പറയുന്നത് ഒരു മിഡ്ഫീൽഡ് ബാറ്റിലായിരുന്നു. അവിടെ ആക്ച്വലി എന്ന് പറയുന്നത് ഇരു കൂട്ടരും പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ചാൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പറയാവുന്നത് ആകെ എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്നത് 2 ഫ്രീ കിക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന് 2, അത് ഡെക്ലൻ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് എൻസോ ഫെർണാണ്ടസിന്റെ ലോങ് റേഞ്ച് ഷോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഷോട്ടുകൾ, പിന്നൊക്കെ ഒരു മിഡ്ഫീൽഡിലുള്ള ഫിസിക്കലായിട്ട് കളി മാറുന്നതും അങ്ങനെയുള്ള ഒരുപാട് ചില കാർഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിന്റെ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ നോ ഷോട്ട്, ഓൺ ടാർഗറ്റിലേക്ക് എന്നല്ല, ഒരു ഷോട്ടും ഇല്ല, ഒരു ഷോട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഫിസിക്കലി പരസ്പരമുള്ള ചാലഞ്ചിങ് അതിലിപ്പോ നമ്മള് സിമിയോണിയുടെ ഒരു പെർഫോമൻസ് വളരെ അഗ്രസീവ് ആയിട്ടുള്ളത്. സിമിയോണും പാരഡൈസും അതേപോലെ തന്നെ, രണ്ടുപേരും ഫസ്റ്റ് ഹാഫില് 5 ഫൗളുകളാണ് സിമിയോണി, 5 ഫൗളുകളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് മിഡ്ഫീൽഡിൽ ഒന്നുകൂടി എന്താ പറയാ, ഒരു വിഗർ കൊണ്ടുവരാന്, ഊർജ്ജസ്വലത കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി. നമ്മൾ സെക്കൻഡ് ഹാഫിൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് ഡീപോൾ വന്നപ്പോഴും ഡീപോൾ നല്ല രീതിയിലാണ് കളിച്ചിരുന്നത്. പക്ഷെ നമ്മൾ മറ്റേത് ഡീപോൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു അലസത കാണാറുണ്ടായിരുന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ മെസ്സി ആക്ച്വലി എന്താ പറയുക, നമ്മൾ അങ്ങനെ കൂട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഫസ്റ്റ് ഹാഫിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ മെസ്സി എന്ന് പറയുന്ന പെനാൽറ്റി ബോക്സിനകത്ത് മാത്രം കളിക്കുന്ന ആളല്ല. മെസ്സി എന്ന് പറഞ്ഞ പ്ലെയറെ അവിടെ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു മിസ്റ്റേക്കാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. മെസ്സി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനും ഡെഡ് ബോളുകളും ഒക്കെ എല്ലാം കൈകാര്യം ചെയ്യാൻ വളരെ വിദഗ്ധനാണെന്നുള്ള കാര്യം അവർ മറന്നു എന്നുള്ളതാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം, അത് തന്നെയാണ്. അതായത് സാറ് പറഞ്ഞ പോലെ മെസ്സി ഒരുങ്ങി അങ്ങ് ഇറങ്ങിയാൽ പിന്നെ തടയാനൊന്നും കഴിയൂല. ശരിയാണ്, മെസ്സിയുടെ ഗോളടി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. പക്ഷേ മെസ്സി അതിനേക്കാൾ വലിയ പ്ലേ മേക്കറാണ്. അത് തടയാൻ തോമസ് ടൂഷലിൻ്റെ ആ ഒരു ടാക്ടിക്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം നമ്മൾ പലവട്ടം പറഞ്ഞാണ്, എങ്കിലും ഒന്നുകൂടി ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖമാണ് എല്ലാവർക്കും. അതുകൊണ്ട് ചോദിക്കുകയാണ്, അർജന്റീനയുടെ ചാമ്പ്യൻ മെന്റാലിറ്റി ഒരിക്കൽ കൂടി ഇവിടെ തെളിയല്ലേ? നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജന്റീനയെ സംബന്ധിച്ചുള്ള ഇനിയിപ്പോൾ ഒരു ഗോള് പുറകിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഗെയിമിനെ റീഡ് ചെയ്യാനുള്ളൊരു കഴിവ്, അതേപോലെ തന്നെ അവരുടെ മെന്റാലിറ്റി,
അവരൊരു ടീമായിട്ട് ഒരു ചാമ്പ്യൻ ടീമിൽ ഇപ്പോൾ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ചാമ്പ്യൻ ടീമിലെ പോലെ തന്നെ അർജൻറ്റീന കളിച്ചിട്ടുള്ളത്, അതായത് ഗോൾ വീണതിന് ശേഷം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഈവൺ ആയതിന് മുമ്പുള്ള പെർഫോമൻസ് തുടക്ക ഭാഗത്ത് മാത്രം ഇംഗ്ലണ്ട് സ്ലൈറ്റ്ലി ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അതായത് അർജന്റീനയുടെ ഹാഫിലായിരുന്ന കളിയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ മണിപ്പാളോ എന്നുള്ളത്. പിന്നെ ഗോള് വീണതിന് ശേഷം ഒരുപക്ഷെ ഡിസാസ്റ്ററിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നു. അതായത് ഒരുപക്ഷെ പിന്നെ സംഭവിക്കുന്നത് പിന്നെ അർജന്റീന പാനിക്കായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തുടർച്ചയായിട്ടുള്ള ഗോളുകൾ. പക്ഷെ അതിനുള്ള ഒരു ക്വാളിറ്റി അവിടെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല, ക്വാളിറ്റി ഇല്ല. അപ്പോൾ നമ്മളെ ഫോർവേഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിന് പറ്റിയ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാമിനും അതേപോലെ തന്നെ ഹാരി കെയ്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യമായിട്ട്. വില്യമിന് ഫസ്റ്റ് ഹാഫിൽ ഒരു റണ്ണ്, ഒരു ഫ്രീ കിട്ടുന്നതിലേക്കുള്ള റൺ ഉണ്ടായി എന്നല്ലാതെ വേറെ തരത്തിലുള്ള ഒരു ഫൈനൽ തേർഡിൽ ത്രെറ്റ് ആകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും പറ്റിയിട്ടില്ല. ഹാരി കെയ്നും അതേപോലെ തന്നെ ഒന്നും ചെയ്തില്ല. ശരിക്കും ഹി വാസ് ഐസൊലേറ്റഡ് എന്നുള്ളതാണ്. ആയിരിക്കും പിന്നെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ കണ്ടത്. മെസ്സിയെ ഒന്ന് ചാലഞ്ച് ചെയ്യാനൊക്കെ നോക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യ പകുതി അങ്ങനെ പോയി. രണ്ടാം പകുതിയിലാണെങ്കിൽ ആൻ്റണി ഗോർഡൻ്റെ ഗോള് വന്നതിന് ശേഷം, കാരണം അത് ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു ഗോളിലേക്ക് കൂടി ശ്രമിക്കണമായിരുന്നു. അതിനവർ പോയില്ല എന്നുള്ളിടത്താണ് കളി പണി പാളിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരാളെ പ്രത്യേകം പറയണം തോന്നുന്നു, ലൗട്ടറോ മാർട്ടിനസിനെ. അദ്ദേഹം ഒട്ടും നല്ല ഫോമിൽ സീരിയസ് കളിച്ചിട്ട് വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ ഒരു ഫോം ഉണ്ടായിരുന്നില്ല. ആകെ ജോർദാനെതിരെയുള്ള ഒരു പെനാൽറ്റി ഗോൾ മാത്രമേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈജിപ്തിനെതിരെയുള്ള കളിയിൽ അദ്ദേഹത്തിൻ്റെ വകയാണ് അസിസ്റ്റ്, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ അസിസ്റ്റ് വന്നത് അദ്ദേഹത്തിൻ്റെ വകയാണ്. അതിനുശേഷം ഇപ്പം നമ്മുടെ അടുത്ത മത്സരം, ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗോള് സ്വിറ്റ്സർലൻഡിനെതിരെ വന്നു. സെമി ഫൈനലിൽ വിന്നിങ് ഗോളും വന്നു. ലൗട്ടറോ ശരിക്കും ഓണായില്ലേ? ലോത്തോരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടാണ് ഈ പെർഫോമൻസ്. അതേപോലെ നോക്കൗട്ടിൽ അധികം പേര് അങ്ങനെ രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേൾഡ് കപ്പിൽ. അപ്പോൾ ലോത്തോരെ എനിക്ക് തോന്നണോ, ഇപ്പോൾ മുമ്പ് തന്നെ തോന്നിയിട്ടുള്ളതാണ്, നമ്മളിപ്പോൾ ആൽവരസും ലോത്തോരെയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കൊക്കെ അവിടെ ചാൻസ് ഫോർമേഷൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ്. ആൽവരസ് എന്നുള്ള ഫുൾ ടൈം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഭാഗം എന്ന് പറയുന്ന ഓപ്പൺ അപ്പ് ആകുന്ന ഒരു രീതിയിലുണ്ട്. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കളിയിൽ നമ്മളിപ്പോൾ അർജന്റീന എന്ന കളിയിൽ നിന്ന് വ്യക്തമാകുന്ന സംഭവം എന്ന് പറയുന്നത് അവരെ കളി ഇല്ലായിട്ടല്ല, ഇതേപോലെ പെർഫോം ചെയ്യും. ഞാൻ ഒരുപാട് കൺസേൺ ചെയ്യും. നമ്മളൊക്കെ പറഞ്ഞു പ്രിവ്യൂലൊക്കെ കാര്യങ്ങൾ പറയുന്നത് അർജന്റീനക്ക് ഈ ടീമിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. പക്ഷേ അർജന്റീന സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു ഗോള് വീണ ശേഷം അർജന്റീന പെർഫോം ചെയ്ത് കളിച്ചത് തുടക്കം മുതൽ തന്നെ ശരിക്കും നമ്മളൊരു ബാറ്റിൽ രൂപത്തിൽ തന്നെ പോയിരുന്നത്. പക്ഷെ എന്നാലും അധികം ഫാൾട്ടുകളില്ലാത്ത ഒരു കളി തന്നെ എന്ന് അർജന്റീന ഇന്നലെ കളിച്ചതെന്നുള്ളതാണ്. പക്ഷെ അർജന്റീനയുടെ ഭാഗത്തുള്ള ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മാറ്റർ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് മൊളിന എന്ന് പറയുന്ന റൈറ്റ് ബാക്കാണ്. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ആ ഒരു ഫസ്റ്റ് ഗോളിലേക്ക് വഴിച്ചുണ്ടായിരുന്ന ഒരു വളരെ പൂവർ, ശരിക്കും ഒരു ഉറക്കം തൂങ്ങി ഒരു ചാലഞ്ചാണ് ശേഖരിച്ചു എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഗോർഡൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു മൊളിന്റെ ഭാഗത്തുണ്ടായിരുന്നത്, എന്നിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് അവർ വന്നിട്ട് അടിക്കണം എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം അവിടെ മൊളീനുണ്ട്, മൊളീനെ കാണാതെ ബോൾ ആദ്യം എടുക്കാൻ പറ്റുക, ഇതാണ്. എന്നിട്ട് അത് അടിച്ചത് ആന്റണി ഗോർഡൻ. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു ഈ ട്രാൻസിഷൻ ടൈമിലൊന്നും ബോളുകൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര താമസമുണ്ട്. പിന്നെ വെറുതെ അനാവശ്യമായിട്ടാണ് ബെല്ലിംഗ്ഹാമിന് ഒരു ഫൗൾ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു കാര്യമില്ലാതെ ഒരു 35th മിനിറ്റിലാണ് തോന്നുന്നത് ആ സമയത്ത് ഒരു ത്രെറ്റ് പോലും ഇല്ലാത്തൊരിതാണ്, വെറുതെ പോയിട്ട് ചാലഞ്ച് ചെയ്തു. അപ്പൊ മൊളീനയുടെ ഒരു വിഷയം തന്നെ അത് ഫൈനലാകുമ്പോഴേക്കും ശരിയാവും എന്ന് നമുക്ക് കരുതാമെന്ന് ഇപ്പൊ പറയാൻ പറ്റൂ. ഏതായാലും ഇന്നലെ റോജേഴ്സിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, മോർഗൻ റോജേഴ്സിനെയാണ് ഇറക്കിയത്. അത് മഡൂക്കോ ഇല്ല, സാക്ക ഇല്ല, തോഷല് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അർജന്റീനയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ വകയാണ് ആ ഒരു അസിസ്റ്റൊക്കെ വന്നത്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇനി സാറ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ ടീം ഇന്നലെ ഒരു വേറെ ലെവൽ കളിയാണ് അർജന്റീന കളിക്കുന്നതെന്ന് പറയുമ്പോൾ ലയണൽ മെസ്സി ഈ കളിക്ക് ശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പം പലരും അർജന്റീനയുടെ ടീം അത്ര പോരാ, മോശമാണ്, മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ ക്വസ്റ്റ്യനിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് മെസ്സിയും അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നത്തെ കളിക്ക് ശേഷം പറഞ്ഞു, ഈ ടീമിന് പ്ലേയേഴ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ആ ലിമിറ്റിനപ്പുറത്തേക്ക് പുഷ് ചെയ്യാൻ ഞങ്ങളൊരു ടീമായി നിൽക്കുമ്പോൾ സാധിക്കുന്നു. അതാണ് അതിൻ്റെ പോയിന്റ്. ഈ ടീമിൽ ഇപ്പോൾ നമ്മൾ എടുത്തു പറയുമ്പോൾ പല താരങ്ങൾക്കും കുറേ ഡിമെറിറ്റ്സോ അല്ലെങ്കിൽ അത്ര നല്ലതല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊരു ടീമായി നിൽക്കുമ്പോൾ അവരുടെ ഒരു കൊഹേഷൻ, അവരുടെ ഒരു ബോണ്ട്, അവർ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടാനുള്ളൊരു കപ്പാസിറ്റി, മുന്നിലൊരു നായകൻ, ആ നായകന് വേണ്ടി സർവ്വം സമർപ്പിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി,
അതൊക്കെയാണ് ആ ടീമിനെ ശരിക്കും മാറ്റിമറിക്കുന്നത്. അപ്പോൾ കോച്ച് സ്കലോനി ഇന്നലെ ഇന്ന് ഈ കളിക്ക് ശേഷം പറയുണ്ടായി വി ആർ യുണീക്ക് എന്ന് പറയുന്നത്. അതൊരു അറഗൻസ് അല്ല എന്ന് അദ്ദേഹം പറയുന്നു, പക്ഷേ ഞങ്ങൾ യുണീക്കാണ് എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇതുവരെ നടന്ന എല്ലാത്തിനെയും മറികടന്നിട്ടുള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അത് ഈജിപ്തിനെതിരെയുള്ള വിജയമാണ് ഏറ്റവും വലിയ സന്തോഷം നൽകിയതെന്ന് കരുതിയിരുന്നു, പക്ഷേ ഇപ്പോൾ അതല്ല, ഇതാണ് സന്തോഷം എന്ന് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിൻ്റെ കാര്യം കൂടി നമ്മൾ നോക്കുകയാണ്. ഇംഗ്ലണ്ട് ശരിക്കും ആദ്യ പകുതി നമ്മൾ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അവർക്ക് ഗോൾ അടിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അവർ ആ ഗോൾ നേടുകയും ചെയ്തു. അതിനുശേഷം കോച്ചിന് ടാക്ടിക്സ് പാളിപ്പോയില്ലേ? അവിടെ വന്നിട്ടുള്ളത് നമ്മൾ എന്താ പറയുക, അവർ കഴിഞ്ഞ 2 കളികളിൽ ഇപ്പോൾ അവർക്കുണ്ടായിരുന്ന മെക്സിക്കോ നോർവേ, ഈ 2 കളിലും സെയിം സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് ലീഡ് ആക്ച്വലി എന്താ പറയുക, നോർവേ ഇട്ട് ഒരു ഗോളിൽ പുറകിലായിരുന്നു, പിന്നെ തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ടീമുകളുടെ ആക്ച്വലി എന്താ പറയുക, അതേ രീതിയിലാണ് ആക്ച്വലി അവർ അർജൻറ്റീനയുടെ കണക്ക് കൂട്ടി തോന്നുന്നു. അർജൻറ്റീനയുടെ പ്രത്യേക നോക്കൗട്ട് സ്റ്റേജിൽ അവർ അവസാനം ഈ 3-4 കളികളിലും അവർ എങ്ങനെയാണ് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേ രീതിയിൽ ഒരു ഗോൾ അടിച്ചതിന് ശേഷം വീണ്ടും കൂടുതൽ അഗ്രസീവ് അല്ലെങ്കിൽ ആക്രമണത്തിന് പോകാതെ ഗോൾ അടിക്കാൻ ശ്രമിക്കാതെ അവരെന്ത് ചെയ്തു, ഒന്നും കൂടി നമ്മൾ കണ്ടു, ഒരാൾ പിൻവലിച്ചിട്ട് വീണ്ടും ഡിഫൻസ് അവിടെ സ്ട്രോങ് ബാക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഒരിക്കലും ഇപ്പം നമ്മൾക്കൊരു ഗോൾ ലീഡ് എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് സംഭവിക്കാം. അത് മെസ്സി കളിക്കുന്ന അർജന്റീന നമ്മൾ ഒരു മെസ്സിയെ ഒരു പെനാൽറ്റി ബോക്സിലേക്കുള്ള ഒരു എൻട്രൻസ് മാത്രം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് മെസ്സിയെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മെസ്സി എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, കോർണർ ബോളുകൾ വരാം, അതേപോലെ തന്നെ മറ്റുള്ള സെറ്റ് പീസുകൾ വരാം, ഫ്രീ കിക്കുകൾ വരാം, ഈ തരത്തിൽ നിന്നൊക്കെ ഒരുപാട് സ്കോറിംഗ് ചാൻസുകൾ ഉണ്ടെന്നുള്ളതാണ്. മെസ്സി പോലുള്ള ഒരു ജീനിയസ് ഉള്ള ഒരു ഓപ്പോസിറ്റ് ടീമുള്ള അത് ആക്ച്വലി അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കൊണ്ട് മെസ്സിയെ സംബന്ധിച്ച് പറയാറുണ്ട്, പിന്നെ മുമ്പൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ മെസ്സി എന്ന് പറയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. അതേ രീതിയിലാണോ മെസ്സി എന്ന് പറയുന്നത്? ആക്ച്വലി എന്താ പറയാ, അങ്ങോട്ട് കളിപ്പിക്കുകയും ചെയ്യാണ്. ഗോൾ സ്കോറിൽ ഇപ്പം മെസ്സിക്ക് അറിയാം ആക്ച്വലി എന്താ പറയാ, ഇപ്പം ഞാൻ ഗോൾ അടിച്ചില്ലെങ്കിൽ ഈ ടീമിന് ഇപ്പൊ വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ അവരെ ഗോൾ അടിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അവർക്ക് കറക്റ്റ് തളികയിൽ എന്ന പോലെ ബോൾ വെച്ചു കൊടുക്കണം, അവർ സ്കോർ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു സിറ്റ് ബാക്ക് ചെയ്തെന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്ത് ആ ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്ന കളിയിൽ വളരെ ഡിസീവ് മാറി. അപ്പൊ ഇതിൽ എന്തിനായിരിക്കും ഇപ്പൊ കോച്ച്, കാരണം കളി കഴിഞ്ഞിട്ട് ഹാരി കെയ്ൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഉള്ള വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലൊക്കെ ഒരു ഗോളിന്റെ ലീഡ് ഹോൾഡ് ഓൺ ചെയ്ത് വിജയിക്കുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് അവരുടെ ക്യാപ്റ്റൻ തന്നെ കളിക്ക് ശേഷം പറയാണ്. അപ്പോൾ ഇത് കോച്ചിൻ്റെ ഒരു തീരുമാനമായിരുന്നു ഈ ഒരു ടാക്ടിക്സ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. താരങ്ങൾക്ക് പോലും എതിർപ്പുണ്ട് എന്നാണ് ഹാരി കെയ്ൻ്റെ വാക്കുകൾ നമുക്ക് നൽകുന്ന സൂചന. പക്ഷെ കോച്ച് പറഞ്ഞത് ഒരു തെറ്റും പറ്റിയിട്ടില്ല, നോ റിഗ്രറ്റ്സ്, ഞാൻ എടുത്തത് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ കളിച്ച ഏറ്റവും മികച്ച കളിയാണിത്, ഞങ്ങൾ ജയം അർഹിച്ചിരുന്നു, ഞങ്ങൾ ജയത്തിന് തൊട്ടടുത്തായിരുന്നു, ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും ഇവിടെ ഉള്ളൊരു ചോദ്യം, സാർ ഈ പറഞ്ഞ പോലെ ഈ മിഡ്ഫീൽഡേഴ്സിനൊക്കെ വലിച്ചിട്ട് ഡിഫൻഡർമാർ ഇറക്കുന്നു, അതെന്തിനാ ഇറക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അർജന്റീന ചറപറ ക്രോസുകൾ ഇങ്ങനെ വരുന്നു, ആ ക്രോസുകൾ അവരുടെ താരങ്ങൾ തന്നെ അത് വിൻ ചെയ്യുന്നു, അപ്പോൾ ഡിഫൻസിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡിഫൻഡർമാർ ഇറക്കിയെന്ന് പറഞ്ഞത്. ട്യൂഷലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അബദ്ധപരമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാവും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയില്ലേ? ട്യൂഷലിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് വളരെ കോൺട്രാഡിക്റ്ററിയാണ്. ഇപ്പോൾ രുശല് പറഞ്ഞു, ഞങ്ങൾ വരെ ക്ലോസ് ആയിരുന്നു, നല്ല രീതിയിൽ നിന്ന് കളിച്ച്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സുകളൊന്നും ഇല്ല, നല്ല രീതിയിലാണ് കളിച്ചെന്നൊക്കെ പറയുന്നു. 60 വർഷത്തെ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും കൂടുതൽ കുറഞ്ഞ ഷോട്ട്സ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. 5 ഷോട്ടുകളാണ് ഈ കളിയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അത് ഏറ്റവും കുറവ് ഷോട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ എന്ത് കളിയാണ് കളിച്ചിട്ടുള്ളത്? അപ്പോൾ ആ ട്യൂഷല് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയാ, മൂപ്പര് സ്വയം ഒരു ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് നമ്മളിപ്പോൾ കളിയിൽ കണ്ട പ്രകടമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താ പറയാ, ശരിക്കും ഇംഗ്ലണ്ട് അക്ഷരാർത്ഥത്തിൽ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു ഭാഗത്ത് അർജന്റീനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വിഷയമാണ്, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആക്ച്വലി നമ്മൾ ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ 2 തരത്തിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനത് ചോദിക്കുകയാണ് സാറിൻ്റെ അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി. ഒന്ന്, അർജന്റീനയുടെ ഈ ഒരു തിരിച്ച് ഗോൾ അടിക്കാനുള്ള കപ്പാസിറ്റി അതിനവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണോ, അതായത് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഈ ഒരു ഡിഫെൻസീവ് വാളിലേക്ക് പോയത്? അതല്ല, ഈ ഒരു ഗോള് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം, ഇനിയിപ്പോൾ കൂടുതൽ അടിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല, ഇത് അർജന്റീനയാണ് എതിർ ടീം,
അപ്പോൾ അതുകൊണ്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തോ, കാരണം ഇനി അടിക്കാനൊന്നും കഴിയില്ല, ഈ കിട്ടിയതിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാന്ന് വിചാരിച്ചു. രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചിന്തകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ട ഒരു കാര്യം കണ്ടില്ല, ഫസ്റ്റ് ഹാഫ് മിഡ്ഫീൽഡിലായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ടീമിനും കാര്യമായിട്ട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ട്യൂഷലിന്റെ കണക്ക് കൂട്ടൽ എന്തായിരുന്നു വെച്ചെങ്കിൽ, ഇപ്പോൾ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ആ ഒരു ഡിഫൻസ്, നിലവിലുണ്ടാകുന്ന ഡിഫൻസ് വെച്ചിട്ട് തന്നെ ഇവരൊക്കെ മാർക്ക് ചെയ്തിരുന്നു. മെസ്സിയെ പോലും പൂട്ടാൻ പറ്റിയിരുന്നു, ആർക്കും പറ്റിയിരുന്നില്ല, വേറെ ആളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല, ആൽവരസോ മറ്റുള്ളവർ ഇതിലൊന്നും ഒരു കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്യൂഷനിൽ കണക്ഷൻ ഉണ്ടാവും, ഒരു പക്ഷെ ഒരാൾ കൂടി ഡിഫൻസിൽ സ്ട്രോങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ എന്നുള്ളതാണ്. അതായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ അതൊരു വലിയ അബദ്ധമായിട്ട് മാറുകയാണ് പിന്നീട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തൊരു ഗോളിന് കൂടി അവർ എന്തായാലും പരിശ്രമിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു അത്ഭുതം തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഗോൾ അടിച്ചു, അർജന്റീന ഫസ്റ്റ് ഗോൾ അടിക്കുന്നു. അർജന്റീനയുടെ ഫസ്റ്റ് ഗോൾ വരുന്നത് 80 മിനിറ്റിലാണ്, അതായത് 85-ാമത്തെ മിനിറ്റിലാണ് വരുന്നത്. പിന്നെ റെഗുലർ ടൈമിൽ ഒരു 5 മിനിറ്റ് ഉണ്ട്, ബാക്കിയുണ്ട്. എന്തായാലും കുറച്ച് സമയം അഡീഷണൽ ടൈം ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതിനുശേഷം ഈ 1-1 ആയതിനു ശേഷം എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് തിരിച്ച് വീണ്ടും ഗോളടിക്കാനുള്ള ശ്രമത്തിലേക്ക് അപ്പോഴും പോകുന്നത് കാണില്ല. നമ്മുടെ ഇവാൻ ടോണിയും റാഷ്ഫോർഡിനൊക്കെ ഇറക്കുന്നത് അഡീഷണൽ ടൈം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അതെന്തിനു വൈകിപ്പോയി എന്നുള്ളതാണ് ചോദ്യം. കാരണം ഓൾറെഡി ഇവിടെ ഡിഫൻഡേഴ്സിനൊക്കെ കൂടുതൽ കൂട്ടി വെച്ചിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സ്ട്രൈക്കർ തോന്നിയതാണ്. ഇപ്പൊ റാഷ്ഫോർഡ്, അതേപോലെ ഇവാൻ ടോണി ഓക്കെ, ഒന്നുകൂടി വേഗതയിൽ ഇപ്പൊ റാഷ്ഫോർഡ് ഒന്നുകൂടി കുറച്ച് നേരത്തെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കൂടി വളരെ വേഗത്തിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ത്രെറ്റ് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനൊന്നും മെനക്കെടാതെ അപ്പോൾ ഒരു ഗോൾ മടക്കിയതിന് ശേഷവും അർജന്റീന, അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത് അർജന്റീന കളിച്ച രീതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കളിയിൽ കണ്ടപ്പോൾ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ, നമ്മൾ പറഞ്ഞു ഫ്രാൻസ് എന്താ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവർക്ക് ശ്രമിക്കാനുള്ള ആക്ച്വലി എന്താ പറയുക, സ്പെയിൻ എന്ന് പറയാൻ അബ്സല്യൂട്ട്ലി അവർ ഡോമിനേറ്റ് ചെയ്തു. അവർ ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് രീതിയിൽ കളിച്ചു, പാസിംഗ് ഗെയിം ബോൾ കൊടുക്കാതെ എന്നുള്ളതാണ്. അവിടെ ഗെയിം പ്ലാനെ തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് വെച്ചെങ്കിൽ ഇംഗ്ലണ്ട് ഒരു ശ്രമം നടത്താനുള്ള ഒരു സമയം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴേ അർജന്റീന എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ ഗെയിം പ്ലാനും ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറി. അവരൊരു ഗോൾ തിരിച്ചടിച്ച് പിന്നെ എങ്ങനെയെങ്കിലും കോസ്റ്റ് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ മെസ്സി അവിടെ ഉണ്ട്, മെസ്സി ഉണ്ട് എന്നുള്ള ഒരു ഫാക്ടറാണ്, മെസ്സി ഫാക്ടർ അവിടെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഈ അർജന്റീനയുടെ നമ്മൾ ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത്, മെസ്സി അവിടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ മുന്നിൽ ഒരു ലീഡറായിട്ട് ഒരുമിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ റെഡി ടു ഡു എനിത്തിങ്, എന്ത് ചെയ്യാനും തയ്യാറാണെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നത്. മുമ്പ് നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ മെസ്സി പ്ലേ മേക്ക് ചെയ്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ചാൻസ് മത്സരിച്ച് മിസ്സാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ കളികളിലൊക്കെ എന്നിട്ട് അവസാനം മെസ്സി തന്നെ വന്നിട്ട് ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും ഫ്രീ കിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോളൊക്കെ വഴിയിട്ട് അങ്ങനെ കയറി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇവരുടെ ഏറ്റവും പെർഫെക്റ്റ് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു, ഏറ്റവും ആവശ്യമുള്ള സമയത്ത് എൻസോ ഫെർണാണ്ടസ് ഇന്നും അതേപോലെ തന്നെ സൂപ്പർ ഗോളായിരുന്നു. അതുപോലെ ലൗട്ടറിന്റെ ഹെഡറും കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്ക് അത് ശരിക്കും മെസ്സിന്റെ വീക്കർ ഫുട്ട് കൊണ്ടാണ് ആ ഒരു ക്രോസ് കൊടുക്കുന്നത്, ഒരു പിൻ പോയിന്റ് ക്രോസ്. അപ്പോൾ മെസ്സി മയം. അപ്പൊ ഇതില് ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം, പറഞ്ഞിട്ടും മതിയാകുന്നില്ല, ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഗോളിന്റെ മുമ്പ് തന്നെ, രണ്ടാമത്തെ ഗോൾ വരാൻ പിന്നെ ഒരു 6-7 മിനിറ്റ് സമയമുള്ളൂ. പക്ഷെ അതിനിടയിൽ തന്നെ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. മെക്കാലിസ്റ്ററിന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ അടിച്ചു പോയതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട്. ഇപ്പൊ ഈ ഗോള് തന്നെ വന്നിട്ടുള്ള മെക്കാലിസ്റ്ററിന്റെ ഷോട്ട് റീബൗണ്ട് ചെയ്താണ്, റീബൗണ്ട് മെസ്സിയിലേക്ക് വന്ന് പിന്നെ മെസ്സി റൈറ്റ് ഫുട്ട് കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ചില ഹെഡറുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിക്കോ ഗോൺസാലസിന്റെ ഇതൊക്കെ ഗോളായിട്ടുണ്ടായിരുന്നെങ്കിൽ പിക്ഫോർഡ് പക്ഷെ നന്നായിട്ട് ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു 3-4 ഗോള് കുറഞ്ഞ സമയം കൊണ്ട് 4 ഗോളൊക്കെ ലീഡ് ആ സമയത്ത് ഉണ്ടാകേണ്ടതുള്ളതാണ്. രണ്ട് മെന്റാലിറ്റിന്റെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു ഗോൾ അടിച്ചിട്ട് അർജന്റീനക്ക് 90 മിനിറ്റ് തന്നെ കളി തീർക്കണം, എക്സ്ട്രാ ടൈമിലേക്ക് പോകണ്ടെന്നും, ഇംഗ്ലണ്ടിന് എക്സ്ട്രാ ടൈം ആയാൽ കൊള്ളാം എന്നൊരു ഫീലിംഗിൽ ഇംഗ്ലണ്ട് കളിച്ചോ എന്നൊരു സംശയം. അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ പിന്നെ രണ്ടാമത്തെ ഗോളും വഴങ്ങിയതിന് ശേഷമാണ് ഇവാൻ ടോണി റാഷ്ഫോർഡിനൊക്കെ ഇറക്കി വിടുന്നത്. അതല്ല എക്സ്ട്രാ ടൈം ആണെങ്കിൽ അപ്പം ഇറക്കാന്ന് വിചാരിച്ചാണോ കോച്ച് എന്നുള്ളതാണ്. അത് ഇംഗ്ലണ്ടിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നലെ ഗോൾ അടിച്ച ആന്റണി ഗോർഡൻ അടിച്ച ഗോളല്ലാതെ ഇപ്പോൾ ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇല്ല, ഡെഡ് ബോൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്നുണ്ടായിരുന്ന ഒരു ഹെഡർ മാത്രമാണ് ഓർമ്മിക്കണ്ടായിരുന്നത്.
ഇപ്പോൾ നമ്മുടെ ഡെക്ലാൻ റൈസ് എടുത്തിട്ടുള്ളതിൽ നിന്ന് നമ്മുടെ സ്റ്റോൺസ് ഒരു ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോൺസ് അത് ബോക്സിന് പുറത്തേക്കാണ് പോയത്. അത് മാത്രമാണ് നമുക്ക് വേറൊരു ചാൻസ്, വളരെ ഓപ്പൺ ആയിട്ടുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല, മീനിങ് ഫുൾ ആയിട്ടുള്ളത്. അതാണ് അത്. അത്തരത്തിൽ അർജന്റീന ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചു എന്നുള്ളതാണ് ഈ ഒരു കളിയുടെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ മെസ്സി അങ്ങ് മുന്നിട്ടിറങ്ങി, ശരി ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ തെറുത്ത് കയറ്റങ്ങ് ഇറങ്ങി, കൂടെ പിള്ളേരും അങ്ങ് കൂടി കളി ജയിപ്പിച്ചു. മെസ്സി എന്താ പറയാ, പെനാൽറ്റി 13 പെനാൽറ്റി ഏരിയ എൻട്രീസ് നടത്തി. അതേപോലെ ഡ്രിബ്ലിങ്സിന്റെ കാര്യമാണെങ്കിൽ 20 ഡ്രിബ്ലിങ്സ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ 9 സക്സസ്ഫുൾ ആണ്. ഡ്യുവൽസ് അധികം ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്ത മെസ്സിയാണെന്ന്. അതാണ് 39-കാരനായിട്ടുള്ള ഒരു കളിക്കാരനാണ് ആ മാച്ചിൽ ഏറ്റവും അധികം ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതാണ് ഇത്. മെസ്സിയും തീരുമാനിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആര് ഫൈനലിൽ കളിക്കണമെന്ന് മെസ്സി തീരുമാനിക്കും. ആ ഒരു ലീഡർഷിപ്പ്, ആ ഒരുമ്പിട്ട് ഇറങ്ങുകയാണ്, അവരുടെ ലീഡ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് ആക്ച്വലി എന്താ പറയാ, നമ്മള് അവർ പ്ലേയേഴ്സ് മുഴുവൻ ഇൻസ്പയർഡ് ആവുകയാണ്. ആ ഒരു മോട്ടിവേഷൻ, എനർജി എന്ന് പറയുന്ന അവരിലേക്ക് അങ്ങോട്ട് പകരം സ്പ്രെഡ് ചെയ്യണം. അതാണ് ആക്ച്വലി അർജന്റീന ശരിക്കും പറഞ്ഞാൽ ഫൈനലിൽ കളിക്കുമ്പോൾ സ്പെയിനും ഇത് ശരിക്കും ഭയക്കേണ്ടതല്ലേ മെസ്സി. അതായത് ഇപ്പം ഫ്രാൻസിനെ പൂട്ടിയ പോലെ, അത് ഫ്രാൻസിൻ്റെ മെൻറ്റാലിറ്റി ഉള്ളൊരു ടീമല്ല അർജന്റീന. ഇത് ഒരിക്കലും വിട്ടുകൊടുക്കൂല, നെവർ ഗീവ് അപ്പ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ, ചാമ്പ്യൻ മെൻറ്റാലിറ്റിയിൽ ഞങ്ങളുടെ ക്യാപ്റ്റനെ അദ്ദേഹത്തിൻ്റെ പടിയിറക്കത്തിൽ വീണ്ടും കിരീടം ചൂടിച്ചുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് വിടുള്ളൂ. കാരണം അവരുടെ സോങ്ങിലൊക്കെ അതുണ്ട്. അതാണ് ഡിയേഗോക്ക് വേണ്ടി വീണ്ടും, മെസ്സിയുടെ അവസാന ഗോളിന് വേണ്ടി, അവസാന ലക്ഷ്യത്തിന് വേണ്ടി വീണ്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇൻസ്പിറേഷൻ കൊള്ളുന്നത്. അപ്പോൾ ആ മെൻറ്റാലിറ്റിയിൽ വരുന്ന ഈ അർജന്റീനയെ സ്പെയിൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് സാർ തോന്നുന്നത്? നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഒക്കെ വേറെ വരും ദിവസങ്ങൾ ചെയ്യാനുണ്ട്, എങ്കിലും ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ സ്പെയിനിൻ്റെ കളി നമ്മൾ കണ്ടു, ഫ്രാൻസിനായിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള വളരെ ടെക്നിക്കലി വളരെ അഡ്വാൻറ്റേജ് ആയ ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടെ അർജന്റീന ഒന്നിപ്പോൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇംഗ്ലണ്ട് തുടക്കത്തിൽ ശ്രമിച്ചത് അർജന്റീനയോട് കൈകാര്യം ചെയ്ത് ഫിസിക്കലി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാർഡുകളൊക്കെ കൂടുതൽ വാങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ സ്പെയിനായിട്ട് എങ്ങനെയാണ് കളി രീതി, ഇതൊന്നുകൂടി സ്പെയിൻ ഇതേപോലെ ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ കളിക്കുന്ന കുറേ പാസുകൾ കൊണ്ട് അങ്ങനെ കളിക്കുന്നതാണ്. പക്ഷെ ഒരു ഡൈനാമിക്സ് അവരിലുണ്ട്. ഇപ്പോൾ പഴയ മാതിരില്ലല്ലോ. അപ്പോൾ നമ്മളെ രീതിയിൽ എന്താ ആക്രമണോത്സുകമായിട്ടുള്ള ഒരു അറ്റാക്ക്മെൻറ്റിൽ വെച്ചിട്ടുള്ള ഒരു പൊസിഷൻ ബേസ്ഡ് ഗെയിമാണ് ഇപ്പോൾ നിലവിൽ സ്പെയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഇപ്പം ഇന്നത്തെ കളി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിന് എതിരെ വെച്ചിട്ടുള്ള ഗോൾ വെച്ചുള്ള അവരുടെ അർജന്റീനയുടെ പെർഫോമൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പെയിനായിട്ട് ഒരു ചാൻസ് നിൽക്കുന്നുണ്ട്, അർജന്റീനക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകപക്ഷീയമായിട്ട് സ്പെയിനെ തന്നെ ജേതാക്കളാകും എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ ഇപ്പോൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് അർജന്റീനക്ക് ഒരു ക്വാളിറ്റി ടീമിനെ കിട്ടുന്നത്, അങ്ങനെ അർജന്റീന എങ്ങനെ പെർഫോം ചെയ്യുന്നത്, ടെസ്റ്റ് എങ്ങനെ പാസ്സാവും എന്നുള്ള. അപ്പോൾ ഇന്നലത്തെ ഈ നടന്ന ഇംഗ്ലണ്ടായിട്ടുള്ള ഈ ടെസ്റ്റ് അർജന്റീന വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് ആ രീതിയിൽ പാസ്സായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, സ്പെയിൻ ഒരിക്കലും നമുക്ക് ആ ഒരു ഫൈനൽ എന്ന് പറയുന്നത് ഒരിക്കലും അർജന്റീന തള്ളിക്കളയാൻ പറ്റൂല എന്നുള്ള. എസ്പെഷ്യലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് നമ്മൾ മെസ്സി ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത് യാതൊരു സംശയമില്ല. ഇപ്പോൾ മെസ്സി ഡിപ്പെൻഡൻസ് ഒരു ഘടകമാണെങ്കിൽ പോലും അത് പോസിറ്റീവാണ്. ഇതാണ് അപ്പോൾ നമ്മൾ ഒരു എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1986 മറഡോണ എങ്ങനെയാണ് അർജന്റീനയെ വേൾഡ് കപ്പിലേക്ക് നയിച്ചത്, അതേ രീതിയിൽ ഏതാണ്ട് ഒറ്റക്കാണ് ഇപ്രാവശ്യം മെസ്സി ഈ ഒരു ഫൈനലിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ഈ വേൾഡ് കപ്പ് നേടുകയാണെന്നുണ്ടെങ്കിൽ മെസ്സിക്ക് ഗോൾഡൻ ഗോള് നേടുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബൂട്ട് ഒരേ സമയം കിട്ടാനുള്ള സാധ്യത അത്യപൂർവ നേട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ബാലൻ ഡി ഓർ ഞങ്ങൾ കൊടുക്കും തീർച്ചയായും. അപ്പോൾ ഏതായാലും വളരെ വളരെ സന്തോഷത്തിലാണ് അർജന്റീന ആരാധകരൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് അങ്ങനെയാണ്. കാരണം മെസ്സിയെ പോലുള്ള ഒരാൾ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുമ്പോൾ കൈയടിക്കാതിരിക്കാൻ എതിർ ടീം ആരാധകർക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ്. 2 ടീമുകൾ മാത്രമാണ് ഇപ്പം നിലവിൽ കൺസിക്യൂട്ടീവായിട്ട് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. എന്ന് ഇറ്റലിയും അതേപോലെ തന്നെ നമ്മുടെ അർജന്റീന തന്നെയാണ്. അർജന്റീന 86-90 കിരീടം നേടിയില്ല. കിരീടം നേടിയത് 1934-38 ഇറ്റലി, പിന്നെ ബ്രസീൽ നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് 58-62 2 വർഷങ്ങളിലാണ് കിരീടം നേടിയിട്ട്. ഫൈനലിലെത്തിയത് കുറെ ടീമുകളുണ്ട്. ഇപ്പം നമ്മുടെ അർജന്റീന തന്നെ 86-ഉം 90-ൽ അവർ ഫൈനൽ തോൽക്കിയത്. ബ്രസീൽ 94, 98, 2002 തുടർച്ചയായിട്ട് 3 ഫൈനൽ. അപ്പം
ഈ ചോദ്യം ഇതാണ്, ബാക്ക് ടു ബാക്ക് നേടിയിട്ടുള്ള നേരത്തെ ഒരു ഇറ്റലിയും ബ്രസീലും മാത്രമാണ്. അത് തിരുത്തുവോ അല്ലെങ്കിൽ അതിനൊപ്പം പിടിക്കുവോ അർജന്റീന എന്നുള്ളതാണ്. വേറെ കാര്യം കൂടി ഉണ്ട്, 3 ഫൈനലിൽ കളിച്ചിട്ടുള്ള കഫു ഉണ്ടായിരുന്നു. ഇതാ മെസ്സി 3ാം ഫൈനലിൽ കളിക്കാൻ പോവുകയാണ്. അതിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. മെസ്സിയെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ട് എല്ലാം കൂടി നമ്മൾ ഇവിടെ എടുത്ത് വീശുന്നില്ല. തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം.